ചേച്ചി പറഞ്ഞ് എനിക്ക് മനസ്സിലായി. ഇത്ര പെട്ടെന്ന് വേണ്ടി വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. മോൻ്റെ എൻട്രൻസ് റിസൾട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും 5-8 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും. വിദ്യാഭ്യാസ ലോണൊക്കെ കിട്ടും. പക്ഷേ ഈ ലോണെന്ന് കേൾക്കുമ്പോഴേ ഒരു പേടിയാ. പേടിക്കണം. ക്ലീറ്റസേ, എങ്ങനെയായാലും ഇത് കൊടുക്കേണ്ടി വരും. 1-2 ആൾക്കാരോട് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേഗം ആക്കണം നമുക്ക്. ഇവിടെയും വേറെ ബ്രോക്കർമാരുണ്ട്, ഞാൻ അവരോടും പറയാം. ചേച്ചി ധൈര്യമായിട്ട് പോകും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ശരി ശരി. ഓ, അവര് പറഞ്ഞതിൽ കാര്യമുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും ഗിരിയെ? ഹലോ ഹലോ ക്ലീറ്റസ്, ആരാ? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ കാര്യം പറയുന്നതിന് മുമ്പ് ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഫ്രീ കാര്യം പറ. ആണെങ്കിൽ എനിക്ക് നിങ്ങളെ അറിയാം. നിങ്ങൾക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെന്നും അറിയാം. എനിക്കുണ്ട് ക്ലീറ്റസ് പ്രശ്നങ്ങൾ. നമ്മൾ തമ്മിലൊന്ന് മീറ്റ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ എടോ താനെ എൻ്റെ കാര്യം നോക്കണേ. ക്ലീറ്റസ് എനിക്കും കൂടെ ഉപകാരമുള്ളൊരു കാര്യമായതുകൊണ്ടാണ്. നമ്മളൊന്ന് മീറ്റ് ചെയ്താൽ ചിലപ്പോൾ മേലാണ് ആവശ്യമില്ല എൻ്റെ ഫോണിൽ വിളിച്ചേക്കരുത് എന്ന് വെച്ചിട്ട് പോയി. ക്ലീറ്റസ്, ഞാൻ ശ്രീകുമാറാണ്. ഡാഡി, ഫോൺ. ഹലോ. എങ്ങനെ പോയാലും ഒരു 4 മാസത്തെ ഒഴിവുണ്ടാവില്ലേ? അപ്പൊ അതിനുള്ളിൽ പോകേണ്ടി വരുമല്ലേ? പോണ്ടി വരും. ടെൻഷൻ അടിക്കാണ്ടിരിക്കുക, എന്തെങ്കിലും വഴിയുണ്ടാവും. ദേ ഫോൺ എടുക്ക്. എടുക്കടോ. അല്ല, ഇപ്പോൾ എടുക്കണ്ട, ശരിയാവില്ല. കാശ് കൊടുക്കാനുള്ളതാണല്ലോ, ഞാൻ സംസാരിക്കാം. കുഴപ്പമില്ല. ആടോ. ഹലോ. ഹലോ ഗിരിയേട്ടാ. പെണ്ണാണല്ലോ. ഹലോ ഗിരിയേട്ടാ. ഞാൻ നിന്നെ വിളിച്ചോളാം. അതെ അതെ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? വെറുതെ വിളിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ? ഞാനൊരു എന്താടോ, കാശ് വാങ്ങിച്ച പെണ്ണുങ്ങൾ വല്ലതും ആണോ? കാശ് വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ ശ്രീധനോട്ടാണെന്ന് മാത്രം. ഗിരിച്ചേട്ടൻ കല്യാണം കഴിഞ്ഞതാ? എന്നിട്ടൊന്ന് പറയാണ്ടിരുന്നേ. മനഃപൂർവ്വം പറയാതിരുന്നതാണ്. അവളവളുടെ വീട്ടിലാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എനിക്ക് അവളോട് പ്രശ്നമൊന്നുമില്ല. അവളുടെ വീട്ടുകാരായിട്ട് ചെറിയ പ്രശ്നം. എനിക്ക് നാളെ രാവിലെ ഒന്ന് അവിടം വരെ പോകണം. കച്ചവടം ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. ഞാനൊക്കെ 4-5 കച്ചവടം ഒരുമിച്ചാ കൊണ്ടുപോണത്. എന്നിട്ട് എന്താ, ഒരു കുഴപ്പമില്ല. ഇതിനൊക്കെ മിടുക്ക് വേണം, മിടുക്ക്. മിടുക്കിൻ്റെ കാര്യമൊന്നും ആരും പറയണ്ട. സ്ത്രീധനം കിട്ടിയ പൈസ കൊണ്ടല്ല ആളെയും കച്ചവടം നടത്തണത്. ഞാൻ അങ്ങനെയല്ല. ഞാൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി ഞാൻ അതിട്ട് കളിച്ച്. എന്നിട്ടിപ്പോ എന്തുണ്ടായി? കടം അത്രയല്ലേ ഉണ്ടായുള്ളൂ. അങ്ങനെ ഒരു കടക്കണി കിടക്കാൻ എൻ്റെ പെങ്ങളെ കിട്ടില്ല. വേണ്ട, ഞാൻ അംബാനിയാന് ശേഷം വീട്ടിൽ കൊണ്ടുവന്നാക്കിയാൽ മതി. അവൻ പറയുന്നതിൽ കാര്യമില്ലേ ഗിരി? എന്ത് കാര്യം? നിങ്ങൾ എനിക്ക് ചാന്ദിനിയെ കല്യാണം കഴിച്ച് തരുമ്പോൾ എനിക്ക് 1 രൂപ കടം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കടമൊക്കെ വരുത്തി വെച്ചത് ഞങ്ങളാണോ? ഞാൻ ഇതുവരെ എന്ത് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടാ നിങ്ങളോടൊക്കെ ആലോചിച്ചിട്ടാണ്. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതാത് സമയത്ത് നിങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ഹോട്ടൽ ബിസിനസ്സിലാണ്. അത് അളിയെ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തുടങ്ങി, അല്ലെങ്കിൽ തുടങ്ങില്ലായിരുന്നു. ഇപ്പൊ കുറ്റമൊക്കെ എനിക്കായി. ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നുമല്ല. പിന്നെ കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല. ഇവക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ വന്നു. അളിയോ, ഒരു കാര്യം പറഞ്ഞോട്ടെ. പോകുന്നതൊക്കെ കൊള്ളാം. ആ ശ്രീകാന്തിന്റെ പൈസ കൊടുക്കുന്നില്ലേ? അളിയാ, ആ ശ്രീകാന്തിനെ എനിക്കറിയാം. ഞങ്ങൾ അവൻ്റെ കാശ് കൊടുത്തിരിക്കും. പൊട്ടളിയാ. പിന്നെ കടം ഇന്ന് വരും, നാളെ പോകും. പക്ഷെ പണം പറയാൻ പറ്റില്ല എപ്പോൾ പോകുന്നു. ദൈവം, ഇതൊക്കെ കൂടി പോവോ? തൻ്റെ ഒരു അളിയൻ. ഹോ, ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. തൻ്റെ പെണ്ണ് പാവാട്ടോ. അവളോട് ചമ്മയുടെ തുണ്ടാക്കിക്കൂടെ? അതൊന്നും ശരിയാവില്ലടോ. എൻ്റെ കയ്യിൽ പൂത്ത കാശുണ്ടെങ്കിൽ എൻ്റെ അളിയൻ ഇന്നേക്കിന്ന് അവൾ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കും. തൻ്റെ കയ്യിൽ പൂത്താശില്ലല്ലോ. ഇടയിൽ പൂത്ത കടമുണ്ട്. എത്രയുണ്ട് കടം? എനിക്ക് മര്യാദ ജോലി ഉണ്ടായിരുന്ന ഞാൻ അത് ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാൻ പോയി പണി പാളി. ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം.
എന്താ ക്ലീറ്റസ്, നമ്മൾ മീറ്റ് ചെയ്യാറായോ? ഇതൊക്കെ ആളാരെന്നറിയില്ല. ഒരാഴ്ച ചെയ്ത് തുടങ്ങിയിട്ട് ഇതൊക്കെ എന്തോ വലിയ പ്രശ്നമുണ്ട്. അത് തീർത്തു കൊടുത്താൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർക്കാന്നാ പറയണേ. തീർത്തു തരാൻ പറ. അതൊക്കെ എന്നെ നേരിട്ട് കാണുന്നു. താനെന്ത് പറഞ്ഞു? ഓ, ഞാൻ മൈൻഡ് ചെയ്തില്ല. പ്രശ്നവും പുലുപോലൊക്കെ തീരാനുള്ള എന്തെങ്കിലും വഴിയാണെങ്കിൽ ക്ലീറ്റസേ. ഓ എടോ, വിളിച്ചു നോക്ക്. നമുക്ക് നഷ്ടപ്പെടാൻ വല്ലതും ഉണ്ടോ? ഉണ്ടോ? താൻ വിളിക്ക്, നമുക്ക് നോക്കാം. നീ വിചാരിക്കുന്ന സിമ്പിൾ അല്ലത്. നമ്മളിത് പ്ലാൻ ചെയ്ത്. പ്ലീസ് നീ നിന്റെ തിക്സ് നിന്റെ അടുത്ത് തന്നെ വെച്ചോ. ജീന, പക്ഷെ നമ്മൾ നിനക്ക് വേറെ വല്ല ഐഡിയ ഉണ്ടോ ഇതല്ലാതെ? എടി, നിനക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാത്തോണ്ടാണ്. മനീഷ്, നീ അധികം എന്നെ ഇറിറ്റേറ്റ് ജീന, ദിസ് ഇസ് നോട്ട് ഈസി. ഇത് നമ്മൾ നേരത്തെ ഡിസൈഡ് ചെയ്ത കാര്യമല്ലേ? ജീന, നമ്മൾ വിചാരിക്കുന്ന മനീഷ്, എളുപ്പമായിട്ട് ഈ ഹാൻഡിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതെ, ഇത് ഞങ്ങൾ തമ്മിലുള്ള കാര്യം. ജീന, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. ഇല്ല, അങ്ങനെ റൂഡായിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. കുഴപ്പമില്ല കേട്ടോ, ചെറിയൊരു തർക്കം അത്രേ ഉള്ളൂ. അത് സ്വാഭാവികമല്ലേ, പ്രായത്തിന്റെയാണ്. ശരി. ഓ, ലവേഴ്സ് ആണോ നിങ്ങള്? അതെ. ആണോ? ഹാപ്പി മാരീഡ് ലൈഫ്. അടുത്ത് പുള്ളി ഇവിടെ തന്നെയല്ലേ പറഞ്ഞു? ഒന്ന് വിളിച്ചു നോക്കടോ. ക്ലീറ്റസ്. ആ, സാറത്തോടെ? അല്ല, ഞാനാണ് തന്നെ ഈ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന ആള്. അതെ, ഞാനതൊന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ക്ലീറ്റസ് ഫോൺ കട്ട് ചെയ്തു. അതാണ് ഇത്. ഞാൻ ക്ലീറ്റസിന്റെ ഫ്രണ്ടാ, ഗിരി. ഹലോ, ശ്രീകുമാർ. ഹലോ സർ. അല്ല, ഒരു മിനിറ്റ്, ഒരു കാര്യം ഒന്ന് സംസാരിച്ചോട്ടെ ചെല്ലു പ്ലീസ്. എന്താടോ സാർ എന്ത് പറഞ്ഞു? എനിക്കൊന്നും മനസ്സിലായില്ല. ആ പ്രശ്നം ഈ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്കറിയാം. വാ പോവാം. ജോസേ, ഞാൻ നല്ല കടുപ്പത്തിൽ ഒരു ചായ കുടിച്ചു വരാട്ടാ. ഹണീബിന്റെ ചായക്കടല്ലേ, ഒന്ന് നിർത്തിക്കൂടെ തമ്മിയണ്ണ? നിർത്തണോടാ, അവൾ എന്നോട് പറഞ്ഞു തുടങ്ങി. ആര്? എന്റെ കരള് അല്ലാതെ ഓ, ഏതായി അനിയൻ ഭാവി ചേട്ടൻ ഭാവി? ആരാ? ആ ഗിരി ഇവിടെ ഇല്ലേ? ഇല്ല. അവന്റെ കടയിലെ ഐറ്റം കൊടുത്തിട്ടേ കാശ് കിട്ടിയില്ലല്ലോ. അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, കട അടച്ചിട്ടിരിക്കുക. എവിടെയാ അവൻ? ഇനി പൈസ എന്താ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് പുറത്തു പോയതല്ലേ. ഉവ്വ, ആള് പൈസ തരും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും. ധൈര്യത്തിനൊന്നും ഒരു കുറവുമില്ല, പക്ഷെ ഇനി ഞങ്ങൾ വരുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല. അതവനോട് പറഞ്ഞേക്ക്. വാടോ. പറഞ്ഞേക്കടാ തേങ്ങ മോറ. അവൻ അങ്ങനെ വിട്ടാ പറ്റൂല. തേങ്ങ പൊരിക്കണ ചെകുത്താനും മുഖം. ജോസേ, ക്ലീറ്റസിനെ പോലെ തന്നെ ഗിരി. ആൾക്കാരൊക്കെ അതേ അന്വേഷിച്ച് വന്നു തുടങ്ങി. അയാൾ കാര്യം എന്താന്ന് പറയുന്നില്ല. അയാളുടെ പ്രശ്നങ്ങൾ തീർത്തു കൊടുത്തു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ശരിയാക്കും. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സീരിയസ് പ്രശ്നം ഉണ്ടാവട്ടോ. ഓ, നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതലൊന്നും. എന്താടാ ഒരു ആവശ്യമില്ല അത് വിലക്കണത് ഒടുക്കത്ത് കുടി കുടിച്ചിട്ട് ബ്രഷ് കണ്ണുകുത്തി കരക്കണ. എന്ത് പറയാനാ? രാവിലെ കൂടി പൊല്ലേക്കാത്താളല്ലേ? ആ, അതാ ഞാൻ പറയണേ. നോക്കട്ടെ, നീ പോയി പണ്ടാറൻ ചെയ്യും. ആ പുട്ടിമ്പിള എടുത്ത് നാക്കും മടിക്കും. അപ്പൊ എല്ലാം പണികൾ കൈകൊണ്ട് വല്ല പോരെ. അപ്പൊ വിരല് കുത്തി കയറിയാലോ? അവിടെ